മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരവും പോരാട്ടം തന്നെയാണ് ഏവർക്കും ഓർമ്മ വരുന്നത്. എന്നാൽ ഗാന്ധിജിയുടെ ചരിത്രത്തെക്കുറിച്ചും ജീവിതയാത്രയെക്കുറിച്ചും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലെ ഒരു വൈശ്യ കുടുംബത്തിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിക്കുന്നത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായി. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയനായി. സത്യാഗ്രഹം എന്ന സമരമാർഗം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് സത്യാഗ്രഹം എന്ന സമരമാർഗം വികസിപ്പിച്ചെടുക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖിലാഫത്ത് പ്രസ്ഥാനം 1919, നോൺ കോപ്പറേഷൻ പ്രസ്ഥാനം 1920, സിവിൽ ഡിസോബീഡിയൻസ് പ്രസ്ഥാനം 1930, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 എന്നീ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകിയത് മഹാത്മാഗാന്ധിജി ആയിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ ബിർള ഹൗസിൽ മുന്നിൽ വെച്ചാണ് നഹുറാം വിനായക് ഗോഡ്സെ ആ കൊലപാതകം ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം നിഷ്ക്രമിച്ചിരിക്കുന്നു. സർവ്വം അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. നാം ബാബു എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയ നേതാവ്, രാഷ്ട്രത്തിൻ്റെ പിതാവ് ഇല്ലാതായിരിക്കുന്നു. ഗാന്ധിജിയുടെ മരണശേഷം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്നും